ഗൈസ്, ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയൂ? നമ്മൾ ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങി അത് മനസമാധാനത്തിന് വേണ്ടി വിൽക്കേണ്ട ഒരവസ്ഥ വരുമ്പോഴാണ്. ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ അതേ അവസ്ഥയിലായിരുന്നു. അങ്ങനെ എൻ്റെ 3 കൊല്ലം പഴക്കമുള്ള ഏകദേശം 63,000 കിലോമീറ്ററോളം ഓടിച്ച എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ടാറ്റ ആൾട്രോസ് എനിക്ക് മനസ്സമാധാനത്തിന് വേണ്ടി വിൽക്കേണ്ടി വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ആ ഒരു വണ്ടിയുടെ കമ്പനി ഏതാണ് എന്ന് കണ്ടപ്പോൾ മനസ്സിലായി കാണും. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് എൻ്റെ അൺഫിൽറ്റേർഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അൺഫിൽറ്റേർഡ് ചാനൽ അറിയാത്തവർക്ക് ഞാൻ ലിങ്ക് വേണ്ട ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ അപ്ഡേറ്റ്സ് കൊടുക്കാം, ബിക്കോസ് ദിസ് ഇസ് എ ടെക് ചാനൽ. പക്ഷേ എൻ്റെ ആദ്യത്തെ കാറ് ഞാൻ ഒഴിവാക്കിയ ശേഷം രണ്ടാമതായി ഒരു കാറ് ഞാൻ ഈ അടുത്ത് വാങ്ങി. പക്ഷേ രണ്ടാമത്തെ കാറ് വാങ്ങിയ സമയത്താണ് എനിക്ക് ആദ്യത്തെ കാറ് വാങ്ങിയപ്പോൾ ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാണിച്ചത്, അന്ന് എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാതെ പോയത്, ഇപ്പോൾ എനിക്കുള്ള അറിവ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയത്. സോ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം, നിങ്ങൾ ഒരു കാറ് വാങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട്, അതിപ്പോൾ ആദ്യത്തെ കാറായിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടാമത്തെ കാറായിക്കോട്ടെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് കാരണം എനിക്ക് ഒരുപാട് ലാഭവും ഒരുപാട് മനസ്സമാധാനവും ഈ അടുത്ത് രണ്ടാമത്തെ കാറ് മേടിച്ചപ്പോൾ ഉണ്ടായി, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് വരും, അതായത് ഒരു ടെക് ചാനലാണല്ലോ, ഇതൊരു ഓട്ടോമൊബൈൽ ചാനലല്ല, സോ ഒരു ഓട്ടോമൊബൈൽ അഡ്വൈസ് ഈ ഒരു ചാനലിൽ കൊടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ? അല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം. കാരണം ഞാനൊരു ഓട്ടോമൊബൈൽ റിവ്യൂവർ അല്ല. സോ ഒരു സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു കാർ മേടിക്കാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ ഒരു സാധാരണക്കാരന് ശ്രദ്ധിക്കാൻ പറ്റും എന്ന് എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. യൂസ്ഫുൾ ഇൻഫർമേഷൻ എന്തായാലും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യാറുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമ്മളൊരു കാർ മേടിക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യും. 10 ലക്ഷത്തിൻ്റെ റേഞ്ചിലൊരു കാർ അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ റേഞ്ചിലൊരു കാർ എന്നൊക്കെ. എന്നിട്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറേ കാറുകൾ കാണുമ്പോൾ ഇതിൻ്റെ ലുക്ക് അത്യാവശ്യം കൊള്ളാം, ഇതിൻ്റെ ഫ്രണ്ട് കൊള്ളാം, ഇതിൻ്റെ ബാക്ക് കൊള്ളാം, ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊള്ളാം എന്നൊക്കെ നമ്മൾ തരംതിരിക്കുകയും മറ്റുള്ളവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ, ബ്രോ ഈ ഒരു കാർ അടിപൊളിയാണ്, ഇതെടുത്താൽ മതി, ഇതിനകത്ത് ഫീച്ചേഴ്സ് ഒട്ടുമില്ല, മറ്റേതാണ് അടിപൊളി, അതെടുത്താൽ മതി എന്ന് ഇഷ്ടം പോലെ ഒപ്പീനിയൻ നിങ്ങളുടെ ചുറ്റും കേൾക്കും. പക്ഷേ ഇവരുടെ ഒപ്പീനിയൻ കേട്ട് വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യാതെ, കാരണം വണ്ടി ഓടിക്കാൻ പോകുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനൊരു 6 അടി പൊക്കമുള്ള മനുഷ്യനാണ്. ഇപ്പം ഞാൻ 10 ലക്ഷം ഒരു കാർ നോക്കുമ്പോൾ എന്നോട് ഒരാൾ പറയുന്നത്, ബ്രോ MG കോമറ്റ് എടുത്തു, അടിപൊളി വണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അടിപൊളി വണ്ടിയായിരിക്കും, പക്ഷേ എനിക്കത് അടിപൊളി വണ്ടിയായിരിക്കും. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഹാച്ച് ബാക്ക് വേണോ, സെഡാൻ വേണോ, SUV വേണോ, ഇതെല്ലാം നിങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഹൈവേയിലാണോ ഓടിക്കുന്നത്, സിറ്റിയിലാണോ ഓടിക്കുന്നത്, എത്ര പേരൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ പോകുന്നത്, എത്ര ലഗേജസ് ഉണ്ടാവും, എത്ര ലോങ് ട്രിപ്സ് ഉണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു കാറിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുന്ന എല്ലാ വണ്ടികളും ഓടിക്കാൻ രസം ഉണ്ടാവണം എന്നില്ല. സോ പ്രൈമറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ പല ഓട്ടോമൊബൈൽ ചാനലുകളും ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അനുഭവങ്ങൾ പലതാണ്. പൊതുവെ നമ്മളൊരു കാർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? ഏറ്റവും അടുത്തുള്ള ഷോറൂമിലേക്ക് നിങ്ങൾ പോകുന്നു. എന്തിനാണ്? ആ ഒരു കാർ നേരിട്ട് കണ്ട് അതിൻ്റെ സൈസൊക്കെ എങ്ങനെയുണ്ട്, കാണാൻ എങ്ങനെയുണ്ട്, അതിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് ആ ഒരു ഷോറൂമിൽ പോകുന്നു, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വണ്ടി ചോദിക്കുന്നു. പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ ആണെങ്കിൽ ചിലപ്പോൾ ബുക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും ടെസ്റ്റ് ഡ്രൈവിന് നമ്മൾ ബുക്ക് ചെയ്യുന്നു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു, ശേഷമായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ചില ഷോറൂമുകളുണ്ട്. ഉദാഹരണത്തിന് ഞാനിങ്ങനെ പല വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ ബാംഗ്ലൂരിലാണ് കേട്ടോ. ഇവിടെ ഞാൻ കിയയുടെ ഒരു ഷോറൂമിൽ പോയായിരുന്നു. കിയയുടെ ഷോറൂം, ആ പുതിയ സെൽട്ടോസ് ഉണ്ടല്ലോ, നല്ല അടിപൊളി വണ്ടിയാണ് എന്ന് കേട്ടു. ശരി, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഷോറൂമിൽ കയറിപ്പോയി. അവിടെ കയറി പോയിട്ട് വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് വന്നു, എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു 20 lakhs പ്രൈസിൽ ഒരു കാർ നോക്കുന്നുണ്ട്. പിന്നെ എന്താ, പുതിയ നമ്മുടെ സെൽട്ടോസ് ഉണ്ട് 2026, സാധനം ഇങ്ങനെയാണ്, ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. സാർ ഒരു കാര്യം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ലീഫ്ലെറ്റ് എടുത്തു. അതിനകത്ത് കിയയ്ക്ക് അറിയാമല്ലോ, ഇഷ്ടം പോലെ വേരിയൻസ് ഉണ്ട്. ഓരോ വേരിയൻറ്റുകൾ ഇങ്ങനെയാണ്, ബ്രോ ഈ വേരിയൻറ്റിൽ ഇതുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് കണ്ണുകളില്ല കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, ഏത് വേരിയൻ്റ് അപ്പോൾ നമ്മൾ ബുക്കിംഗ് ആയിട്ട് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത് തന്നെ, ഞാൻ ആദ്യമായിട്ടാണ് ഷോറൂമിൽ വന്നത്, ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം. ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? വണ്ടി അത്ര അടിപൊളിയാണ്, പുതിയ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ. ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് സാധനം പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്ട് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് നോക്കട്ടെ, വണ്ടി ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് ഉള്ളിൽ പോയിട്ട് അവസാനം താക്കോലിങ്ങനെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ടിങ്ങനെ ബട്ടൺ അമർത്തിയപ്പോൾ ഷോറൂമിൻ്റെ മുന്നിൽ കിടപ്പുണ്ട് വണ്ടി. എന്നിട്ടാണ് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി. ലാസ്റ്റ് മനസ്സോടെ അതിനകത്ത് കയറി ടെസ്റ്റ് ഡ്രൈവ് ഒരു 100-200 മീറ്റർ ചെയ്ത് അവിടെ പൊക്കോ യൂട്ടേൺ എടുത്ത്, ഇവിടെ പൊക്കോ യൂട്ടേൺ എടുത്ത്, എന്നിട്ട് തിരിച്ചകത്ത് വന്നിട്ട് സാറേ പറയും ഏത് വേരിയൻ്റാണ് ബുക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഫസ്റ്റ് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ആ ഒരു ഡീലർഷിപ്പ് അങ്ങ് ഒഴിവാക്കി. ഇത്തരത്തിൽ വല്ല ഡീലർഷിപ്പിൻ്റെ അടുത്താണ് നിങ്ങൾ പോയി പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തായിക്കോട്ടെ അവിടെ പോകരുത്. ബിക്കോസ് ഒരു കാർ മേടിക്കുന്ന ഒരിക്കലും ഒരു മൊബൈൽ മേടിക്കുന്നത് പോലെയല്ല. മൊബൈൽ നമ്മളൊരു കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മൊബൈലിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കടക്കാരനെ അല്ല, മറിച്ച് ആ ഒരു കമ്പനിയിലായിരിക്കും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്.
പക്ഷേ ഒരു കാറ് നമ്മളൊരു ഡീലർഷിപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു വലിയ പർച്ചേസാണ്. നമ്മൾക്ക് എന്തുണ്ടെങ്കിലും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആ ഒരു ഡീലർഷിപ്പ് ആയിരിക്കും നമ്മളെ സഹായിക്കേണ്ടത്. അവർ തന്നെ ഇത്ര മണി മൈൻഡഡ് ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് മേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സോ ഞാൻ അങ്ങനെ ഒഴിവാക്കി. സോ ബേസിക്കലി ദ സെക്കൻഡ് തിങ് ഈസ് ഫൈൻഡ് ദ ബെസ്റ്റ് ഡീലർഷിപ്പ്. 1, 2, 3 ഡീലർഷിപ്പിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് എല്ലാ ഡീലർഷിപ്പിൽ നിന്നും നിങ്ങൾ പോയിട്ട് കോട്ട് എടുക്കുക. നിങ്ങൾ പർട്ടിക്കുലർ ഇന്ന വണ്ടിയാണ് നോക്കുന്നത്, ഇതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്ന് പോയിട്ട് എല്ലായിടത്തും കോട്ട് എടുക്കുക. കോട്ട് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് മിക്കയിടത്തും സെയിം ആയിരിക്കും ഓരോ റീജിയൻ അനുസരിച്ച്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലാണല്ലോ ഈ വ്യത്യാസം വരുന്നത്. ഇനി അടുത്ത് ഡിസ്കൗണ്ടിൻ്റെ കളിയായിരിക്കും. ഇപ്പോൾ പല വണ്ടികളും ചിലപ്പോൾ 2025 ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടാവും, 2026 അതേ മോഡൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ കാര്യമായിട്ട് ഫീച്ചർ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പുതിയ ഒരു ഇയറിൻ്റെ അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് പറയും 2026 മോഡലിലാകെ 20,000 ഡിസ്കൗണ്ട് ഉള്ളൂ, 2025 മോഡലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സെയിം വണ്ടിയാണ് സാറേ, ഒരു വ്യത്യാസമില്ല. എൻജിൻ സെയിം, അലോയ് സെയിം, സകലതും സെയിം, പക്ഷേ 2 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. ഒരു ഇയറിൻ്റെ വ്യത്യാസം കാരണം അതുമായിട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്ന് പറയും. ഒരിക്കലും അതിൽ പോയി വീഴരുത്. ആ ഒരു വണ്ടി മോശമായതുകൊണ്ടായിരിക്കില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഡീലർഷിപ്പിൽ സ്റ്റോക്ക് യാർഡ് ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് യാർഡിനകത്ത് ഇതേമാതിരി പഴയ വണ്ടികൾ ചിലപ്പോൾ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ടാവും. പല വണ്ടികളും ചിലപ്പോൾ ട്രാൻസിറ്റിൽ എന്തെങ്കിലും ചെറിയ കേടുപാടുകൾ വന്ന വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ PDI ഫെയിലായ വണ്ടികളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉള്ള വണ്ടികൾ ഇതേമാതിരി യാർഡിൽ കിടക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ 2026 മോഡൽസ് അവർക്ക് യാർഡിൽ കയറ്റണം, അപ്പോൾ 2025 യാർഡിൽ നിന്ന് പോയാലല്ലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇത്രയും വലിയ ഡിസ്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ പോയി ചാടി കയറി വീഴരുത്. ബിക്കോസ് ചിലപ്പോൾ മൈനറായിട്ടുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയറിലുള്ള ട്യൂണിങ്ങിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ കഴിഞ്ഞ ജനറേഷനിൽ എന്തെങ്കിലും ചെറിയ ഇപ്പോൾ AC-ക്ക് ഇഷ്യൂസ് ഉണ്ടായി, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ചെറിയ സോഫ്റ്റ്വെയർ വൈസ് അല്ലെങ്കിൽ ഫേം വെയർ വൈസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ 2026 മോഡലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഹാർഡ്വെയർ വൈസ് നോക്കുമ്പോൾ 2 സെയിം ആയിരിക്കും. ഇപ്പോൾ പഴയ മോഡൽ വിറ്റ് പോകണം എന്ന് പറഞ്ഞ് ഹ്യൂജ് ഡിസ്കൗണ്ട്സ് തന്ന് നമ്മളെ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എപ്പോഴും ലേറ്റസ്റ്റ് വേരിയൻ്റ് എടുക്കുവാണെങ്കിലാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വർഷം, അതായത് പുതിയ സാധനമാണല്ലോ, ആ ഒരു പുതിയ സാധനത്തിൻ്റെ പുതുമ കിട്ടുള്ളൂ. ആ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എക്സ്ചേഞ്ച് ബോണസാണ്. നിങ്ങൾക്ക് പഴയ വണ്ടി, ഇത് 2ാമത്തെ വണ്ടി എടുക്കാൻ പോവുകയാണ്, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉള്ളവർക്ക് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് പഴയ വണ്ടി ഉണ്ട്, അത് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് എത്രയാണെന്ന് ചോദിക്കുക. ഇപ്പോൾ ഒരു എക്സ്ചേഞ്ച് ബോണസ് പറഞ്ഞു, അത്യാവശ്യം നല്ല എക്സ്ചേഞ്ച് ബോണസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ആ ഒരു വണ്ടിക്ക് എത്രയാണ് വില എന്ന് നോക്കിപ്പിക്കുക. അവർ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒട്ടും ദഹിക്കാത്തൊരു വില പറയും, ഭയങ്കര മോശം. ഇപ്പോൾ 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുടെ വണ്ടിക്ക് അവർ ചിലപ്പോൾ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വില പറഞ്ഞു കളയും. അപ്പോൾ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ആ ഒരു കോട്ട് കേട്ടിട്ട് ഓക്കെ 4 ലക്ഷം കിട്ടുള്ളൂ അല്ലേ, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ വിട്ടേക്കുക. ശേഷം നിങ്ങൾ ഈ ഒരു കാറ് പുറത്ത് വിൽക്കുന്ന പല പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, അത് ഓരോ റീജിയനിലും ഓരോ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. അവരെ കൊണ്ട് ഈ ഒരു കാറ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് വന്ന് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അവർ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷോറൂമുകാർ പറഞ്ഞേക്കാളും എമൗണ്ട് കൂടുതലായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഷോറൂം 4 ലക്ഷം പറഞ്ഞാൽ ഇവർ 5 ലക്ഷം ആയിരിക്കും പറയുന്നത്. എന്തായാലും എപ്പോഴും ഷോറൂമുകാർ ചെക്ക് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ പറയും ഇല്ലില്ല, അത് നേരത്തെ അവർ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അത്രയായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം ഇത്ര തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കളയും. സോ ഇപ്പോഴത്തെ കണ്ടീഷൻ ഷോറൂമുകാരെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ പുറത്തുനിന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് പറയാം പുറത്ത് ഇത്രയും എമൗണ്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഷോറൂമിൽ നിന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കും, ശരിയാണ് ഇത്രയും എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടില്ല, നിങ്ങൾ അവിടെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, നിങ്ങൾ അത് അവിടെ കൊടുത്തോളൂ, എന്നിട്ട് ഇവിടെ നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ബുക്കിംഗ് ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയൻറ്റ് കിട്ടുമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറയാം എനിക്ക് എന്തായാലും ഈ വണ്ടി പുറത്ത് കൊടുക്കും, ഇപ്പോൾ ഞാൻ ഈ വണ്ടി കൊടുക്കാനൊന്നും പ്ലാനില്ല, കൊടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾ നല്ല വിലക്ക് ഈ സെയിം വിലക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബുക്കിംഗ് ആയിട്ട് പോകേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഈ വണ്ടി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, സോ ഞാൻ ബുക്കിംഗ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്ത് 99% അവർക്ക് 20,000 രൂപയുടെ ഒരു വ്യത്യാസത്തിന് വേണ്ടി 20 ലക്ഷം രൂപയുടെ സെയിൽ കളയാൻ പറ്റില്ല. ആ ഒരു 20,000 അങ്ങ് സഹിക്കാമെന്ന് പറഞ്ഞ് എക്സ്ചേഞ്ച് ബോണസും എല്ലാം കൂടെ കൂട്ടിയിട്ട് പുറത്ത് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്ന വില അതേ വിലയുമായിട്ട് മാച്ച് ചെയ്യും. സോ ഫസ്റ്റ് ഡിസ്കൗണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി നമ്മുടെ എക്സ്ചേഞ്ച് ബോണസും വണ്ടിയുടെ എക്സ്ചേഞ്ചിൻ്റെ എമൗണ്ടും കഴിഞ്ഞു. ഇനി അടുത്ത് പൈസ ലാഭിക്കാൻ പറ്റുന്നത് ഇൻഷുറൻസിലാണ്. പക്ഷേ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ടായി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കരുത്, പകരം നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങൾ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കാനുള്ള എല്ലാ നിയമങ്ങളും ഉണ്ട്, ഷോറൂമിൽ എടുക്കേണ്ട ഒരു നിർബന്ധമില്ല. പുറത്ത് നോക്കുക, ഷോറൂമുകാർ 40,000 പറഞ്ഞാൽ പുറത്ത് 30,000 രൂപയെ ഉണ്ടാവുള്ളൂ ആ ഒരു സെയിം ഇൻഷുറൻസിന്. എന്നിട്ട് നിങ്ങൾ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങളുടെ വണ്ടിയുമായിട്ട് ലിങ്ക് ചെയ്താൽ മതി എന്ന്. ബട്ട് ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നിങ്ങൾ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി പീസ് ഓഫ് മൈൻഡിന് നല്ലത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 പരിപാടിയുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻഷുറൻസിൻ്റെ കോട്ട് പല സ്ഥലത്തുനിന്നും ഞാൻ ചോദിച്ചായിരുന്നു. പല സ്ഥലത്തുനിന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ ഒരു എമൗണ്ട് തരാം, ആ ഒരു എമൗണ്ട് തരാം, അതുമായിട്ട് മാച്ച് ചെയ്യാം, അതിലും കുറച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷേ ഇവൻച്വലി ഇപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഒരു പ്രശ്നം വരുവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും മുട്ടി, നിങ്ങൾ നേരെ ഷോറൂമിലേക്ക് ഡീലർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഡീലർഷിപ്പിന് സർവീസ് സെൻറ്ററിലേക്കായിരിക്കും പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞിട്ട് പറയുകയാണ് എൻ്റെ വണ്ടി ഇങ്ങനെ മുട്ടി, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇൻഷുറൻസ് ഏതാണ് എടുത്തിരിക്കുന്നത്, ഡീലർഷിപ്പിൽ നിന്നാണോ പുറത്താണോ? നമ്മൾ ഡീലർഷിപ്പിൽ നിന്നാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റ് ഉടനെ പേപ്പറും കാര്യങ്ങളും എടുത്തിട്ട് നിങ്ങളുടെ പേരും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യും. ബാക്കിയൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്തോളാം, സകല കാര്യങ്ങളും ഞങ്ങൾ ഫില്ല് ചെയ്തോളാം. പോളിസി നമ്പർ, ക്ലെയിം നമ്പറൊക്കെ അപ്പം തന്നെ വരുന്നു, ചട്ടപ്പൊടയുന്ന കാര്യം നടക്കുന്നു. ക്യാഷ്ലെസ് ആയിട്ട് നിങ്ങളുടെ ക്ലെയിം സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകുന്നു. മറിച്ച് നിങ്ങൾ ഇൻഷുറൻസ് ഇപ്പോൾ പുറത്തുനിന്നാണ് എടുത്തിരിക്കുന്നത് വിചാരിക്കും. ഫസ്റ്റ് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, പുറത്തുനിന്നാണല്ലേ, അപ്പോൾ നിങ്ങൾ അവരെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ റേസ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ ക്ലെയിം നമ്പർ ജനറേറ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം, ആ ഒരു സർവേയർ വരണം, സർവേയർ ചിലപ്പോൾ വരാൻ ലേറ്റ് ആവും, ഇവിടെ അങ്ങനെ വരാറില്ല, അവരത് അപ്രൂവ് ചെയ്തില്ല, ഇപ്പോൾ ഒരുപാട് ഡ്രാമകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും. ഇതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിയും നിങ്ങളുടെ ഡീലർഷിപ്പുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. കാരണം ഇൻഷുറൻസിൽ കൂടെയൊക്കെയാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കാശുണ്ടാക്കി, ഡീലർഷിപ്പിൽ കൂടെ ഇൻഷുറൻസ് വരുമ്പോൾ അവിടെ അവർക്കൊരു എമൗണ്ട് കിട്ടി. ആൻഡ് ഇത് കഴിഞ്ഞ് ഈ ഡീലർഷിപ്പുമായിട്ടുള്ള ക്യാഷ്ലെസ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും വണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വരുന്ന സമയത്ത് ഡീലർഷിപ്പിന് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ കൂട്ടിയൊക്കെ അങ്ങ് കോട്ട് ചെയ്യും. ഇതൊക്കെ കോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയാവുന്ന ഒരു ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവേയർ വരുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കണ്ണും പൂട്ടി അപ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എല്ലാ കൂട്ടർക്കും ലാഭം വരുന്നുണ്ട്. ആൻഡ് നമുക്കെന്താ ലാഭം? നമുക്ക് നമ്മുടെ വണ്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നു, ആ ഒരു തലവേദന ഒഴിവാക്കുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു 10,000 രൂപയുടെ ഒരു ലാഭത്തിനൊക്കെ വേണ്ടി നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് കളയാതിരിക്കുക. ഡീലർഷിപ്പിൽ നിന്ന് എടുക്കുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഉചിതമായിട്ട് തോന്നിയത്. ഇനി അടുത്ത ഏറ്റവും വലിയ പൈസ നഷ്ടമാകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആക്സസറീസ് ആണ്. ആക്സസറീസ് ബണ്ടിൽ എന്ന് പറഞ്ഞ് വണ്ടിയുടെ ഒപ്പം ഇങ്ങനെ ബണ്ടിൽ ചെയ്ത് തരും. 14,000 രൂപ 20,000 രൂപയൊക്കെ ആക്സസറീസ് ബണ്ടിൽ. ആക്സസറീസ് ബണ്ടിനകത്ത് എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വേസ്റ്റ് ബിന്ന്, ടിഷ്യൂ ബോക്സ്, പിന്നെ ഇത് സ്ക്രീൻ ക്ലീനിങ് ക്ലോത്ത് അല്ലെങ്കിൽ സ്ക്രീൻ ക്ലീനിങ് ലിക്വിഡ്, ഇതൊക്കെ 10,000-15,000 രൂപയ്ക്കൊക്കെ പാക്കേജ് ആയിട്ട് ഇട്ട് തരും. പുറത്ത് നിങ്ങളിത് മൊത്തം മേടിക്കണമെങ്കിൽ 5,000 രൂപയേ ഉള്ളൂ. സോ ആക്സറീസ് ഇസ് ഓൾവേസ് ഓപ്ഷണൽ. നിങ്ങൾ ആദ്യമേ എനിക്ക് ആക്സറീസ് വേണ്ട എന്ന് തറപ്പിച്ച് പറയാം. ആക്സറീസിൻ്റെ ആവശ്യം എനിക്കില്ല. ഇല്ല സാറേ, ആക്സറീസ് ബണ്ടിലായി വരുന്നതാണ്, ഓക്കെ ഞാൻ ബുക്ക് ചെയ്യുന്നില്ല, എനിക്ക് ആക്സറീസ് വേണ്ട, അല്ലാതാണെങ്കിൽ മാത്രമേ ഞാൻ വണ്ടി എടുക്കാൻ പ്ലാൻ ഇടുന്നുള്ളൂ. ആൻഡ് ഞാൻ പറയാം എനിക്ക് കുറച്ച് ആക്സറീസ് വേണം, അത് ഏതൊക്കെയാണെന്ന് പറയാം, അത് മാത്രമേ ഫിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് പറയാം. ആൻഡ് യെസ്, ദേ വിൽ അഗ്രി. ഇത്രയും ചെയ്ത ശേഷം ഫൈനൽ കോട്ട് നിങ്ങൾ മേടിക്കുക. ആ ഫൈനൽ കോട്ട് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ബുക്കിംഗ് എമൗണ്ട് കൊടുക്കുക. ഇനി ബുക്കിംഗ് എമൗണ്ട് കൊടുത്തിട്ട് വണ്ടിക്ക് ചിലപ്പോൾ വെയിറ്റിംഗ് ഉണ്ടാവും, വണ്ടി എവിടെന്നെങ്കിലും വരുന്ന വണ്ടി ആയിരിക്കാം, അപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടുള്ളൂ എന്ന് പറയുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് കോൾ വരും, സാറേ വണ്ടി അവിടെ നിന്ന് ട്രാൻസിറ്റ് ആയിട്ടുണ്ട്, എവിടെ യാർഡിൽ നിന്ന് നിങ്ങൾക്ക് ട്രാൻസിറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇന്ന ദിവസം തന്നെ ഡെലിവറി ചെയ്യാം, ബാക്കിയുള്ള പേയ്മെൻറ്റും കൂടി നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. ഈ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഈ വണ്ടി എടുത്തപ്പോൾ വന്നില്ല. ഈ ഡീലർഷിപ്പ് എനിക്ക് വളരെ സ്മൂത്ത് ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. ബട്ട് വേറൊരു ഡീലർഷിപ്പിൽ ഈ സെയിം ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ധൃതി പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതായത് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന പറയുമ്പോൾ നമുക്കും പെട്ടെന്ന് കാറ് കിട്ടുന്നുണ്ട് എന്ന ആകാംക്ഷ വരും. ആ ഒരു ആകാംക്ഷ അവിടെ ഇരിക്കട്ടെ. എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു കുഴപ്പമില്ല, അത് സാറേ അടുത്ത ആഴ്ച തന്നെ വണ്ടി ഡെലിവറി ചെയ്യും, കുഴപ്പമില്ല, അതിന് അടുത്ത ആഴ്ച കുഴപ്പമില്ല, ഇല്ല സാറേ ഇപ്പോൾ ക്ലിയർ ചെയ്ത് അടുത്ത ആഴ്ച ഡെലിവറി ചെയ്യും, കുഴപ്പമില്ലടോ അടുത്ത ആഴ്ച ഡെലിവറി വേണ്ട, അതിന് അടുത്ത ആഴ്ച മതി എന്നുള്ള ലൈനിൽ നിൽക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അടുത്ത് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, വിച്ച് ഇസ് PDI അഥവാ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ. പല ആൾക്കാർക്കും ഈ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്താ എന്ന് പോലും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഷോറൂമിൽ പോകുന്നു, ഈ പറഞ്ഞ നെഗോസിയേഷൻസ് പോലും ചെയ്യാണ്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സർവീസ് അഡ്വൈസർ പറയുന്നത് കേട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്നു, ഇന്ന ദിവസം വണ്ടി കിട്ടാൻ വേണ്ടി ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് സിൽവർ കാറായിരിക്കും, ആ ഒരു കട്ട വലിച്ചു മാറുന്ന സമയത്തായിരിക്കും വണ്ടി നീല കളറ്, നിങ്ങൾ ബുക്ക് ചെയ്ത് സിൽവർ. ഇതെന്താ നീലയായി എന്ന് ആ സമയത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും, സാറല്ലേ പറഞ്ഞ് ഏതാണോ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ആ കളർ മതി, അതുകൊണ്ട് നീല അവൈലബിൾ ആയേ, സാറിൻ്റെ മിസ്റ്റേക്കാണ് എന്ന് പറയും. ആൻഡ് വൺസ് ഇത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഷോറൂമിൽ എന്തടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. സോ ഫുൾ എമൗണ്ട് അവരുടെ കയ്യിൽ എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ നിങ്ങളെ സാറേ എന്നുള്ള വിളി. മിക്ക ഷോറൂമുകളിലും ആ ഒരു എമൗണ്ട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാറേ എന്ന് വിളിച്ച് അവരുടെ പിന്നാലെ പോകേണ്ടി വരും. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു എമൗണ്ടും കൊടുക്കാതിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വണ്ടിക്ക് 10 ലക്ഷം രൂപയാണ് വിലയെങ്കിൽ 5 ലക്ഷം രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് പറയാം 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എനിക്ക് വണ്ടി കാണണം, എനിക്ക് PDI ചെയ്യണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ പിന്നെന്താ സാറേ നാളെ തന്നെ വന്നോ നമുക്ക് PDI സെറ്റാക്കി തരാം, വണ്ടി ഓൾറെഡി യാർഡിൽ എത്തിയിട്ടുണ്ട്, വരൂ വാഷ് ചെയ്ത് വെക്കാം എന്നോട് പറഞ്ഞു.
വിച്ച് ഇസ് എ ഗുഡ് സൈൻ, ഗ്രീൻ സൈൻ. എന്നാൽ ചില ഡീലർഷിപ്പ് പറയും സാർ അത് കുഴപ്പമില്ല, വണ്ടി ട്രാൻസിറ്റിലാണ്, നിങ്ങൾ ബാക്കിയുള്ള പേയ്മെൻറ്റും കൂടെ ക്ലിയർ ചെയ്തോ, പേടി അതിന് ശേഷം ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ്. കാരണം അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി പേടി എങ്ങാനും ചെയ്തിട്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യൂ എന്നുള്ള പേടി കൊണ്ടാണ്. ഒരിക്കലും നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുക്കരുത്. ഈ കൊടുത്ത പകുതി എമൗണ്ടും ബുക്കിംഗ് എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഫുൾ എമൗണ്ട് കിട്ടുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്തും ഫുൾ റീഫണ്ട് മേടിക്കാൻ പറ്റും. സോ PDAക്ക് ഇൻസിസ്റ്റ് ചെയ്യുക, ഒരു ഡേറ്റ് ആൻഡ് ടൈം പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും, വണ്ടിനെ പറ്റി അറിയാവുന്ന സുഹൃത്തുണ്ടെങ്കിൽ വണ്ടിനെ പറ്റി അറിയാവുന്ന സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, ആരെങ്കിലും കൂട്ടിക്കൊണ്ട് നിങ്ങളെ യാർഡിലേക്ക് പോവാം. ആൻഡ് PDA ചെയ്യുമ്പോൾ പ്രത്യേകം പറയുക, എനിക്ക് ഉച്ച സമയത്ത് PDA, നല്ല വെയിലിൻ്റെ അടിയിൽ തന്നെ PDA വേണം, വണ്ടി കഴുകി വെക്കാൻ പറ്റുമെങ്കിൽ കഴുകി വെച്ചേക്കാം എന്ന് പറയണം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യാർഡിലേക്ക് പോയിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്ത PDA എന്ന് വെച്ചാൽ യാർഡിലേക്ക് പോയി വണ്ടി കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായി. ഫസ്റ്റ് തന്നെ വണ്ടിയുടെ ചുറ്റുമുള്ള വീഡിയോ എടുക്കുക, സ്ക്രാച്ചസ് ഉണ്ടോ, പാനൽ ഗ്യാപ്സ് ഉണ്ടോ, പെയിൻറ്റ് പോയിട്ടുണ്ടോ, പെയിൻറ്റ് എല്ലായിടത്തും ഈവൻ ആണോ, റിഫ്ലക്ഷൻസ് എല്ലാം പ്രോപ്പർ ആണോ എന്ന് ഫസ്റ്റ് വിഷ്വലി ചെക്ക് ചെയ്യുക. പുറത്തുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ വണ്ടിയുടെ വിൻ നമ്പർ, ഷാസി നമ്പർ, അതേപോലെ ഗ്ലാസിൻ്റെ സൈഡിലുള്ള മാനുഫാക്ചറിങ് ഡേറ്റ്, ടയറിൻ്റെ മാനുഫാക്ചറിങ് വീക്ക്, ഇയർ, ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി പുത്തൻ വണ്ടിയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇനി പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം വണ്ടിയുടെ അകത്ത് കയറിയിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണോ, അകത്ത് പാനലിൽ എവിടെയെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ, ഡെൻസോ എന്തെങ്കിലും കാണുന്നുണ്ടോ എല്ലാം നോക്കുക. ഇനി ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. PDAയിൽ വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല, ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് ദ വെഹിക്കിൾ. കാർ സ്റ്റാർട്ട് ചെയ്യുക, കിലോമീറ്റർ റീഡിംഗ് നോക്കുക. 25 ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 25-ന് താഴെ ആയിരിക്കണം കിലോമീറ്റർ. 50-ന് താഴെ വരെ ഓക്കെ, ആക്സെപ്റ്റബിൾ ആണ്. അതിന് മുകളിലാണെങ്കിൽ ആ വണ്ടി നിങ്ങളറിയാതെ ഓടിച്ചിട്ടുണ്ട്, ഡോണ്ട് അക്സെപ്റ്റ് ദാറ്റ്. 50-ന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ശേഷം വണ്ടി ഒന്ന് റേസ് ചെയ്തിട്ട് സൗണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കുക. അബ്നോർമൽ ആയിട്ടുള്ള വൈബ്രേഷൻസ് ഉണ്ടോ, നിങ്ങളുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓണാക്കി അതിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണെങ്കിൽ വയർലെസ്ലി കണക്ട് ചെയ്യുക, വയറാണെങ്കിൽ നിങ്ങൾ വയർ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുക, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, പാട്ട് വെച്ച് നോക്കുക, ഫുൾ വോളിയത്തിൽ വെക്കുക, സൗണ്ട് എങ്ങനെയുണ്ട്, AC ഓണാക്കി നോക്കുക, ഫുൾ AC, ഫുൾ ബ്ലാസ്റ്റിൽ AC ഇടുക, തണുപ്പ് വരുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫ് ഫുൾ ഓപ്പൺ ആക്കുക, ക്ലോസ് ആക്കുക, ലൈറ്റ്സ് എല്ലാം ഓണാക്കി നോക്കുക. അങ്ങനെ ഇൻറ്റീരിയറുള്ള എല്ലാ ഇലക്ട്രിക്കൽ, വിൻഡോസ് എല്ലാം താഴ്ത്തിയും ബുക്കും എല്ലാം നോക്കുക. ഇൻറ്റീരിയർ ഫുൾ ഇലക്ട്രിക്കൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ശേഷം എക്സ്റ്റീരിയർ നിങ്ങളുടെ ഹെഡ്ലൈറ്റ്, ഹൈ ബീം, ലോ ബീം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് എന്തെങ്കിലും സപ്പോസ് വയർലെസ് ചാർജിങ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്വൈസറോട് പറയാം, ഇന്ന സാധനം വർക്ക് ചെയ്യുന്നില്ല, ഇത് റെഡി ആയതിനു ശേഷം മാത്രമേ എനിക്ക് വണ്ടി തരാൻ പാടുള്ളൂ എന്ന്. ഇനി ഈ വക പരിപാടികൾക്ക് ശേഷം നിങ്ങൾ ബൂട്ട് നോക്കുക, സ്റ്റെപ്പിനി നോക്കുക, സ്റ്റെപ്പിനി ടയറിൻ്റെ മാനുഫാക്ചറിങ് നോക്കുക, ബൂട്ടിനകത്ത് എല്ലാ ടൂൾസും ഉണ്ടോ നോക്കുക. ഇനി ശേഷം നിങ്ങൾ എൻജിൻ തുറന്നു നോക്കുക. എൻജിൻ്റെ അകത്ത് ഷാസി നമ്പർ പ്രിൻറ്റ് ചെയ്തേക്കണ കറക്റ്റാണോ, എൻജിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ലിവർ ഊരിയിട്ട് എൻജിൻ ഓയിൽ എത്രയുണ്ട്, കൂളൻ്റ് എത്രയുണ്ട്, ബ്രേക്ക് ഫ്ലൂയിഡ് എത്രയുണ്ട്, അകത്തുള്ള പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്, എലി കറണ്ട സാധനങ്ങൾ വരെ കറക്റ്റാറുണ്ട്, അതൊക്കെ പ്രോപ്പറാണോ, ബാറ്ററി മാനുഫാക്ചറിങ് ഇയർ, ബാറ്ററിയുടെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നിങ്ങൾ മുഴുവനും റൗണ്ട് അടിച്ച് സമയമെടുത്ത് ചെക്ക് ചെയ്യുക. ആരും ധൃതി പിടിപ്പിക്കില്ല. നിങ്ങൾ വൈപ്പർ വേണമെങ്കിൽ വൈപ്പർ ചെക്ക് ചെയ്തു. ഇപ്പോൾ റെയിൻ സെൻസിങ് വൈപ്പർ ആണെങ്കിൽ പറ്റുമെങ്കിൽ വെള്ളം തെളിച്ചിട്ട് റെയിൻ സെൻസിങ് ഉണ്ടോ, അതേപോലെ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ആണെങ്കിൽ മുകളിൽ ആ ഒരു സെൻസർ പൊത്തി പിടിച്ചിട്ട് ലൈറ്റ് ഓൺ ആവുന്നുണ്ടോ, എല്ലാ സകലത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 കീസ് ഉണ്ടെങ്കിൽ ആ 2 കീസും വർക്ക് ചെയ്യുന്നുണ്ട്. 2 കീസിലും ബൂട്ട് ഓപ്പൺ ആണെങ്കിൽ ബൂട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അതേപോലെ കീലെസ് എൻട്രി ആണ്, കീലെസ് എൻട്രി, കീലെസ് പുഷ്, സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള തുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. സോ ഇതായിരുന്നു ബോസ് അഥവാ ഫൈനൽ ലെവൽ സ്റ്റെപ്പ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം 95% നിങ്ങളുടെ മനസമാധാനം അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വണ്ടി ഏതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യം പണം ലാഭിക്കാനും പറ്റും. ശേഷം RTO രജിസ്ട്രേഷൻ്റെ SMS വരുമ്പോൾ സെയിം ഷാസി നമ്പർ ആണോ എന്ന് നോക്കുക. പിന്നെ ആക്സറീസ് നിങ്ങൾക്ക് വേണ്ട ആക്സറീസ് പറയാം. ഇപ്പോൾ മഡ് ഫ്ലാപ്പും അതും ഇതുമൊക്കെ പറയുകയാണെങ്കിൽ ആക്സറീസിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും വലിയ പർച്ചേസ് നടത്തി ഇനി ആക്സറീസിൽ ചെറിയ 5000-10,000 ഒക്കെ കുറച്ച് തരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 360 ക്യാമറയൊക്കെ ഇല്ലെങ്കിൽ അത് വെപ്പിക്കുക. അപ്പോൾ 50,000 ആക്സറീസ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 40,000 രൂപയ്ക്ക് കിട്ടും. ആൻഡ് ഇൻഷുറൻസ് ഫൈനൽ ഓൺ റോഡിൽ വരുന്ന സമയത്ത് എത്രയാണ് എമൗണ്ട് നോക്കുക. ചിലപ്പോൾ അവർ 45,000 എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ആക്ച്വലി 41,000 ഇൻഷുറൻസ് പോളിസി കോപ്പിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു എത്രയാണ് ഡിഫറൻസ് എമൗണ്ട് അത് അവരുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തിരിച്ച് മേടിക്കുക, അല്ലെങ്കിൽ ആക്സറീസ് കുറയ്ക്കാൻ പറയുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഡെലിവറി എടുക്കുന്ന സമയത്ത് ആ ഒരു ആക്സറീസ് ഒക്കെ ഫിറ്റ് ചെയ്തെല്ലാം ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി ഡെലിവറി എടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് അൺഫിൽറ്റേർഡ് ചാനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വൈകാതെ ഇടും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.